ഓണം ഓഫറിൽ 7 സീറ്റർ വണ്ടികൾ വിലക്കുറവിൽ തമ്പരിലതാണ് ക്യാപ്ഷൻ അതാണ് വിലകളൊക്കെ അതിനോട് ന്യായീകരിക്കുന്നല്ലേ വില ഇതിപ്പോ നമ്മൾ നോക്കിക്കളി 2007 മോഡൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പെടുത്തതാണ് എല്ലാ ഭാഗം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടൈപ്പ് 4ലേക്ക് അഡ്വേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ബാക്കോണ്ട് ആക്കിക്കണെങ്കിൽ ഫ്രണ്ടോട് മാത്രം ചെയ്യാണ്ട് അത് മാത്രമേ നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അഡീഷണൽ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് നമ്മൾ കോഴിക്കോട് രജിസ്ട്രേഷനിൽ ഇറങ്ങിയ വണ്ടിയാണ് 8 സീറ്റർ ഇന്നോവ അല്ലേ ഇത് G4 അല്ലേ അതെ റൂഫ് ഏസി അടക്കം വരുന്നുണ്ട് 2007 ഇന്നോവ എത്ര റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇതാണെങ്കിൽ 3.5 രൂപ ആവശ്യപ്പെടുന്നുണ്ട് 3.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ഏകദേശം 12 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ പിന്നെ ലോണൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടാവും നമുക്ക് ഒരു 1.5 രൂപ വരെ ചെയ്യാം 1.5 ലക്ഷം വരെ ലോൺ ഇട്ട് 2 ലക്ഷം റുപ്യക്ക് ഇന്നോവ ഇറക്കാം അല്ലേ അതെ വേറെ എടുക്കുന്നതൊക്കെ നിലവിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും അങ്ങനത്തെ കാര്യമായിട്ട് ഒരു പണിയും മെക്കാനിക് ഒന്നും ഇല്ല ഓയില് കാര്യങ്ങളൊക്കെ മാറ്റാണ്ടാവും അതൊരു പീരിയോഡിക് സർവീസ് ഉള്ളത് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം. നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ സൺയൂസ് കാറിലാണ് ട്രാഫിക്കിന്റെ കൂടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി തിരൂര് റോഡിലായിട്ട് തിരൂർ രണ്ടാല് എന്നുള്ള സ്ഥലത്താണ് സൺയൂസ് കാർ ഉള്ളത് എത്ര വണ്ടിയുണ്ട് ഇപ്പോൾ ടോട്ടല് ഏകദേശം 100 മേലെ ഉണ്ടാവും 100 മുകളിൽ വണ്ടിയുണ്ട് എന്താ ഓഫർ എന്നുള്ളത് എല്ലാവരും കൊടുക്കുന്നുണ്ട് പറഞ്ഞതിനെക്കാട്ടി 10,000-20,000 രൂപ ഓഫറിൽ നമുക്ക് കൊടുക്കാം കുറച്ച് കൊടുക്കുക അത് സാധാരണ എല്ലാവരും ചെയ്യുന്നല്ലേ നമ്മളെ റേറ്റ് പറഞ്ഞതിനെക്കാട്ടി ഞാൻ കുറച്ച് കൊടുക്കാൻ ഇനി കുറച്ച് കൊടുക്കുക ഉള്ള വണ്ടികളുണ്ടല്ലോ പറഞ്ഞത് കുറയാൻ പോവല്ലേ ഈ ഓഫറിലൂടെ ഈ ഓണം വരെ നമുക്ക് ഓഫറായിട്ട് കൊടുക്കാം ശരി അപ്പോൾ എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ടോ നിങ്ങളെ വണ്ടികൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ ഒരു ഫുള്ള് നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം സോ മൂവിങ് ടു ദ വീഡിയോ ട്രാഫിക് ആദ്യത്തെ ഇൻവേഡർ ഇത് കൊടുത്ത് അഡ്വാൻസ് അയക്കണ വണ്ടി ഓക്കെ ബുക്കിംഗ് ആയി അടുത്തത് ഇത് 2009 മോഡലാണ് വണ്ടി 2009 മോഡല് മഹീന്ദ്രന്റെ ഇൻവേർട്ടർ പുതിയ പേപ്പറിലാണെങ്കിൽ നമുക്ക് 2.40 കൊടുക്കാം 2009 വണ്ടി 2029 വരെ പേപ്പർ ഫിറ്റിലുള്ള റേറ്റ് 2.40 ലോൺ എന്ത് കിട്ടുന്നുണ്ടാവും റാഫിക ലോണ് വല്ലാതെ കിട്ടൂല ചെറിയ എന്തെങ്കിലും ലോണ് കിട്ടുള്ളൂ ഓക്കെ ഒരു 1 ലക്ഷം ഒക്കെ കിട്ടുമോ ലോണ് സംസാരിക്കാൻ ഓക്കെ റേറ്റ് 2.40 ഇനിയും കുറയുന്നുണ്ടാവോ ഇനി കുറെ അല്ല അതിന് പുതിയ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ എടുത്തു കൊടുക്കണം 5 വർഷത്തിന് പുതിയ പേപ്പർ എടുത്തു കൊടുക്കുക അടുത്തത് കോണ്ടോ 2013 മോഡൽ ഏതാ വേരിയന്റ് ഏതാ വരുന്നത് ഇത് ഫുള്ളോടിന്റെ നേരെ താഴെ മിഡിൽ ഓപ്ഷൻ ആയിട്ടാ വരുന്നത് അതെ ഇതിന് എഞ്ചിൻ ഏതാ വരുന്നുണ്ടാവുക ഇത് എംഒക്ക് ഇഞ്ചിനൊക്കെ വരുന്നത് ഡീസൽ എത്ര മൈലേജ് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുന്നു എന്തായാലും 18 കിലോമീറ്റർ കിട്ടും 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ വരുന്നുണ്ട് ചെറിയതിൽ 7 സീറ്റർ ആയിട്ട് വരുന്ന വണ്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റോട് വരുന്ന 7 സീറ്റർ വണ്ടി അല്ലേ എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ചെറിയ വർക്ക് ഉണ്ടാവും ഓക്കെ മോഡൽ വരുന്നത് 2013 ക്വാണ്ടോ ആണ് റേറ്റ് എങ്ങനെയാ വരുന്നത് 2,25,000 രൂപയ്ക്ക് മഹീന്ദ്രന്റെ ക്വാണ്ടോ അടുത്തത് സൈലോ 2010 ആണ് ചെറിയ ചില്ലറ വൃത്തിയാക്കാണ്ട് ഈ കോലത്തിലാണെങ്കിൽ വണ്ടി 1.5 രൂപ ഇട്ടുള്ളൂ 2010 സൈലോ ഈ കണ്ടീഷനിൽ നിങ്ങൾ 1.5 കൊടുക്കും എത്ര രൂപയുടെ വർക്ക് ഇപ്പൊ നിലവിൽ പെൻഡിങ് ഉണ്ടാവും നിങ്ങളൊരു കാഴ്ചപ്പാടില് അങ്ങനെ മെക്കാനിക് ഒക്കെ ഫുള്ളാണ് ചില്ലറ ബോഡി കൊണ്ടൊക്കെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നത് ചെറിയ വർക്കുകൾ ഉണ്ടാവും ബോഡിക്ക് ലേശർ വൃത്തികമ്മി ഉണ്ടെന്ന് പറയുന്നത് പോലീസും കാര്യങ്ങളും സീറ്റ് അവറൊക്കെ ചെയ്യാണ്ടെന്നല്ലേ ഇതിനൊക്കെ മൈലേജ് ഒക്കെ എത്ര പറയാൻ പറ്റും ഡീസലിൽ 15 ഉണ്ടാവും 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന മഹീന്ദ്രന്റെ സൈലോ 2010 ഇത് വേരിയന്റ് ഏതായിരുന്നു D4 ലോണ് പറയാൻ പറ്റുമോ 2010 ലോണ് കിട്ടൂല റിന്യൂവൽ അടുത്തല്ലോ അല്ലേ പിന്നെ ഈ സ്കോർപ്പിയോ ഇത് പുതിയ പേപ്പർ എടുത്താണ് 2003 ആണ് ഇതാണെങ്കിൽ ഇപ്പൊ 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പേപ്പർ ഉള്ളത് അല്ലേ മോഡൽ സ്കോർപ്പിയോ റേറ്റ് എങ്ങനെ വരുന്നത് 2007 അല്ല 2003 ആണ് ഒക്കെയാണ് വണ്ടി ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം 2003 മോഡൽ സ്കോർപ്പിയോ 1.40 പുതിയ പേപ്പർ കംപ്ലീറ്റ് 5 വർഷത്തിന് എല്ലാ പേപ്പറും ഈക്കോ 11-12 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് 5 സീറ്റർ ആണോ 7 സീറ്റർ ആണോ 5 സീറ്റർ ആണ് AC ആണോ നോൺ AC ആണോ അത് AC ഇല്ലാത്ത വണ്ടിയാണ് AC ഇല്ലാത്തതാണ് 2011-12 ഈക്കോ റേറ്റ് എങ്ങനെ വരുന്നത് ഇതാണെങ്കിൽ 1.5 രൂപ കൊടുക്കുക 1.5 ലക്ഷം രൂപയ്ക്ക് AC ഇല്ലാത്ത 2011-12 ഈക്കോ ലോൺ എന്താ പറയാൻ വേണ്ടി പറ്റുമോ ലോൺ കിട്ടും ശ്രീറാമിന്റെ ഒരു 1 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട് ലോൺ കിട്ടുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് ഈക്കോ ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും റിന്യൂവൽ ഒക്കെ 27 വരിക ആര്യ 2 വരുന്നുണ്ട് ഇത് 2014-15 ആണ് ഇത് 2014-15 ഇത് വേരിക്കോർ എന്ന് പറഞ്ഞ എഞ്ചിൻ വരുന്നത് വാരിക്കോർ എഞ്ചിൻ വരുന്ന ആര്യ കപ്പലാണല്ലോ അല്ലേ
അജാതി സൈസ് ഉണ്ട്. പഴയ ബസ്സിലൊക്കെ പറയുന്ന അതേ ഡയലോഗ്, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. 7 സീറ്റർ വരുന്ന വണ്ടിയാണ്. ഇതിന് മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റും? 13-14 ആ റേഞ്ചിലുണ്ടാവും. 13-14 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിലവിൽ വണ്ടി എന്താ കണ്ടീഷനൊക്കെ എന്താ? വണ്ടി കുഴപ്പമൊന്നുമില്ല. റേറ്റ് എങ്ങനെ വരുന്നത്? 17-15 ആയിരിക്കും. ഇത് 265. 265 2014-15 ആര്യ കിട്ടുന്നുണ്ട്. ലോണ് പറയാൻ പറ്റുമോ? ലോണ് കിട്ടില്ല. അടുത്തത് ഡൈക്കോർ. ഇത് ഡൈക്കോർ. ഇത് 2012 കേരള വണ്ടിയാണ്. ഓക്കെ. ഇതാണെങ്കിൽ 210. 210 2012 ഡൈക്കോർ എഞ്ചിൻ വരുന്ന ടാറ്റ ആര്യ. ഇതിനെത്ര? 210 KL52 രജിസ്ട്രേഷൻ ആണ്. ഇതെന്താ അവസ്ഥ വണ്ടി? നല്ല വണ്ടിയാ. ലോണൊക്കെ എത്ര പറയാൻ പറ്റുമോ? ഇല്ല, ലോണ് കിട്ടില്ല. ലോണ് 12 കിട്ടുന്നുണ്ടാവില്ല. മെക്കാനിക്കലുള്ള കണ്ടീഷനൊക്കെ എന്താ? ഫുൾ ഫിറ്റ് ആണ്. വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് 2005 മോഡൽ ടവേരയാണ് വണ്ടി. ടർബോ ആണ്. വേരിയന്റ് ഏതാ? LT ആണ്. ഷെവർലെ ടവേര LT 2.5 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത് ശരിക്കും അത്യാവശ്യം നല്ല മൈലേജ് വരുന്ന 7 സീറ്റർ വണ്ടിയല്ലേ? എന്തായാലും 16 കിലോമീറ്റർ 17 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. മൈലേജ് കിട്ടും അല്ലേ? 2005 മോഡൽ അതിനെ കൊണ്ട് പേപ്പർ ഒക്കെ ഏത് വരെയുള്ള? 25 വരെ ഉണ്ടാവും. 2025 വരെ പേപ്പർ ഫിറ്റ് ആണ്. ഇന്റീരിയർ ആവറേജ് നീറ്റ് ആണ്. 8 സീറ്റർ അത് വരുന്നത്. അതെ. ഓക്കെ. 2005 മോഡൽ ഷെവർലെ ടവേര റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് 1.25 കൊടുക്കാം. ലോൺ എന്തെങ്കിലും കിട്ടുമോ? അടുത്ത് 2006 മോഡൽ സ്കോർപ്പിയോ ആണ്. അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കാണ്ട് ഒക്കെ വൃത്തിയാക്കി ഫുള്ള് കൊടുക്കാൻ നമുക്ക്. ടച്ചിങ്ങും പെയിന്റിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കുള്ളൂ. നമ്മള് വണ്ടി ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയിട്ട വണ്ടികളാണ്. KL28 രജിസ്ട്രേഷൻ ആണ്. 2026 പേപ്പറിലെ സ്കോർപ്പിയോ. ഇത് എഞ്ചിൻ ഏതാ വരുന്നത്? CRD എഞ്ചിൻ ആണ്. റേറ്റ് എങ്ങനെയാ? റേറ്റ് ആവശ്യപ്പെടുന്നത് 210 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി. ഫുള്ള് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് അല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ചെറുതായിട്ട് ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2007 മോഡലാണ്. XV ആണ് വരുന്നത്. വണ്ടി ഗ്യാസും വരുന്നുണ്ട്. ഗ്യാസും പെട്രോളും കൂടി വരുന്ന വണ്ടിയാണ്. LPG? അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് 4x4 ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കോ? അതെ. അല്ല, മാനുവലാണ്. ഓട്ടോമാറ്റിക്കിലാണ് 4x4 വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എയർ ബാഗ് അന്തകാലത്ത് വരുന്ന വണ്ടി. 2007 മോഡലാണ് പറഞ്ഞത്. 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇത് CNG ആണോ LPG ആണോ? LPG ആണ്. CNG കൺവേർട്ട് ചെയ്യല്ലോ. ഓക്കെ. റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് ആവശ്യപ്പെടുന്നത് 245. എക്കസ്പോർട്ട് 2013 മോഡലാണ് വണ്ടി. ടൈറ്റാനിയാണ് വരുന്നത്. ടൈറ്റാനിയം എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് മുതൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒരു എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. നിലവിലുള്ള എഞ്ചിൻ അങ്ങനത്തെ മെക്കാനിക്കാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഓക്കെ. ടർബോ ഇഞ്ചക്ടർ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇതുവരെ ഇല്ല. എല്ലാ ഭാഗം ക്ലിയർ ആണ്. 13 മോഡൽ ടൈറ്റാനിയം എക്കോസ്പോർട്ട്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? 3 ഉറുപ്പിനുള്ളിൽ കണ്ടുവച്ചാൽ 3 ഉറുപ്പിനുള്ളിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വണ്ടിക്ക് എത്ര റേറ്റ് വെക്കുന്നത്? 380 ആണ്. കുറയും. ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. ഓക്കെ. ഡീസൽ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടും. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 2013 മോഡൽ എൻജോയ് ആണ്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ? AC പവർ സ്റ്റിയറിംഗും വരുന്നുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 7 സീറ്റർ വണ്ടിയാണ്. ഇതിന് ലോൺ എന്തൊക്കെ കിട്ടുന്നുണ്ടാവും? 2013 മോഡൽ വണ്ടിയെ കൊണ്ട് ലോണ് കിട്ടുന്നുണ്ടാവില്ല. എൻജോയ്ക്ക് നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മെക്കാനിക്ക് ഫുള്ള വണ്ടി. ഇതാണെങ്കിൽ 190 കൊടുക്കാം. 190. 2013 ഷെവർലെ LS അല്ലേ? എൻജോയ് LS. എക്സ്ട്രയിൽ 2010-11 നമ്മൾ ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു. ഫുള്ള് ക്ലിയർ ആക്കി കൊടുത്തിരുന്നത്. അതായിരുന്നു വണ്ടി ഇങ്ങനെ ഡിലേ ആയത്. ഓക്കെ. ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന 3 ലക്ഷത്തി. ഇതല്ലേ മറ്റേ മുന്നത്തെ വീട്ടിലൊക്കെ ബോച്ചന്റെ വണ്ടി? അപ്പൊ നമ്മളെ വർക്കിന് കഴിഞ്ഞിട്ട് ഇപ്പോഴേ വന്നേ വണ്ടി കിട്ടിയത്. 2-3 ചെയ്തെന്ന് തന്നെ കുറെ ആൾക്കാർ വിളിച്ചിരുന്നു വണ്ടി. ഓക്കെ. പാനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വരുന്ന വലിയൊരു ഹൈടെക് വണ്ടിയല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഒരു ഡോറിന്റെ ഹാൻഡില് റെഡിയാക്കി കൊടുക്കാം. ഞാനിപ്പോ ഫുള്ള് നിങ്ങളെ വീഡിയോക്ക് വണ്ടി കൊടുത്തിട്ട് ഫുള്ള് റെഡിയാക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് വണ്ടിയാണ്. 4x4 ഒക്കെ വരുന്ന വണ്ടിയാണ്. 2012 മോഡൽ എർട്ടിഗയാണ് വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. വീഡിയാണ് വണ്ടി. മിഡിൽ ഓപ്ഷൻ ഡീസൽ അല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? ഉണ്ടല്ലോ. ഉണ്ട്. റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടൊന്നും ഇല്ല. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 130. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, റൂഫ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയല്ലേ? അതെ.
റേറ്റ് എങ്ങനെ വയ്ക്കുന്നത് 2012? ആണെങ്കിൽ 3 കൊടുക്കാം. 380. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 3 റുപ്യൻ്റെ ഉള്ളിൽ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇതേപോലെ 2012-13 രജിസ്റ്റർ ഉള്ളതാണ്. 12-13 എർട്ടിക. അഡീഷണൽ അലൈവില് സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. ആകെ 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കും. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇപ്പൊ ക്ലച്ച് ഡിസ്ക് എല്ലാ വർക്കും ഇപ്പൊ കഴിഞ്ഞാണ് കൊടുത്തിട്ടാണ്. ഓക്കെ. ടൈം ബെൽറ്റ് ഒക്കെ അതൊക്കെ മാറിയത്. ഇതിന് റേറ്റ് എങ്ങനെ വയ്ക്കുന്നത്? 12-13 ഫുൾ വർക്ക് 4 ലക്ഷം രൂപ കൊടുക്കണം. 4 ലക്ഷം രൂപയ്ക്ക് 12-13 VDI. ഇനി വർക്കൊന്നും പെൻഡിങ് ഇല്ല. ലോണോ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 3 റുപ്യയുടെ മേലക്ക് ചോദിക്കാം. 3.5 പറയാൻ പറ്റും ലോണ്? ഇല്ല, 3 റുപ്യ പ്രതീക്ഷ. ഓക്കെ. രണ്ട് വണ്ടിക്ക് ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടും അല്ലേ? സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിൻ തന്നെ വരുന്നതിനെ കൊണ്ട്. അടുത്ത നമുക്ക് ടെറാന 2015 മോഡലാണ്. 15-16 വരുന്ന ടെറാനോ വണ്ടി അടുപ്പിച്ച പാർക്ക് ചെയ്ത അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. ഏതാ വേരിയന്റ്? ഏതാ? XVO എന്ന ഓപ്ഷനാണ്. SV ഓപ്ഷൻ എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നത്. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ അല്ലേ? അതെ. 15-16 രജിസ്ട്രേഷൻ പറഞ്ഞത്. 15 മോഡല് 16 രജിസ്റ്റർ. ഓക്കെ. ടെറാനോ ഇത് 110 PS ആണോ അല്ലെങ്കിൽ 85 ആണോ? 110 ആണ്. 15-16 ടെറാനോ. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 5-10 കൊടുക്കാം. ലോണൊക്കെ? ലോൺ നമുക്കൊരു 4 റുപ്യൻ്റെ ഉള്ളിൽ ചെയ്യാം. ലോൺ ചെയ്യാനും പറ്റൂല്ലേ? കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ ഓടിക്കണം 1.30. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3-ാമത്തിൽ. ഏകദേശം കമ്പനി സർവീസ് ഒക്കെ ഉള്ളതുണ്ട്. UV അതെ എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയത്? ഫസ്റ്റ് ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക്കല്ലേ വരുന്നത്. വേരിയന്റ് ഏതാ? ഏറ്റവും ഫുള്ളോട് T8. T8 ഓട്ടോമാറ്റിക് ആണ്. 7 സീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. വോയിസ് മെയിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഏതാ? വോയിസ് മെയിലൊക്കെ വരും വണ്ടി ഓട്ടോമാറ്റിക്. ഡീലർ ബാഗ്, ഫുഡ് 400cc പവർ സ്റ്റിയറിംഗ് ഉള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഫുള്ള് ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ. ഇത് 2015 പറഞ്ഞേ? 15-16 മഹീന്ദ്രന്റെ TUV. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 5 റുപ്യ വരെ നമുക്ക് ചെയ്യാൻ ലോൺ. 5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. റേറ്റ് എത്രയായിരുന്നു? 5 ലക്ഷത്തി 5,80,000 ആണ് റേറ്റ് വരുന്നത് അല്ലേ? ഡസ്റ്റർ ആണ്. 2014 മോഡലാണ്. 85 വരുന്ന വണ്ടിയാണ്. ഏതാണ്? RXL, RXV, RSL ആണ്. RXL ആണ്. ആഫ്റ്റർ മാർക്കറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കാൻ. 85 കൊണ്ട് മൈലേജ് കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ടാവും അല്ലേ? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന നേരം ടെറാനോയിലേക്ക് വരുന്ന നേരം ഏകദേശം നമുക്ക് 110 PS വരുന്ന നേരം 15-18 റേഞ്ചിൽ മൈലേജ് കിട്ടും. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. വണ്ടി എങ്ങനെ ഉണ്ട്? വണ്ടി നല്ല വണ്ടിയാണ്. ഓക്കെ. അടുത്തത് ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. റേറ്റ് സോറി. ഇതാണ് റേറ്റ് 3,80,000 കൊടുക്കുക. 380 3,60,000 ലോൺ ചെയ്യും. ലോൺ ചെയ്യുക. അടുത്തത് 2013 ആണ്. 110 വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഇത് കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്ന വണ്ടി. ഇതാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട 3.5 റുപ്യാണ്. എന്തായാലും 3-3.25 റുപ്യ ലോണും ചെയ്യാറില്ല. 3-3.25 റേഞ്ചിൽ ലോണും കിട്ടും അല്ലേ? അതെ. ഒക്കെ കണ്ടീഷനുള്ള വണ്ടികളല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വേറെ എടുക്കുന്നതൊക്കെ നിലവിൽ അങ്ങനെ മേജറായിട്ട് പണികളൊന്നും ഇല്ല. ചെറിയ നമ്മൾ പറയുന്ന ഒരു പീരിയോഡിക് സർവീസ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ. എന്തായാലും ഇപ്പോൾ ഏതൊരു വണ്ടി എടുത്താലും അതിൻ്റെ ഒരു സർവീസ് ഉണ്ടാവുമല്ലോ. എടുക്കുക നല്ലത്. LOS മുതൽ എയർ ബാഗ് ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഓട്ടോമാറ്റിക് AC ഉൾപ്പെടെ വരുന്ന ഡസ്റ്റർ. ഇത് 85 110 ആണ്. സോറി. MAZന്റെ സെയിം എഞ്ചിൻ വരുന്ന ഏകദേശം 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന വലിയൊരു വണ്ടി. അതെ. സൺറൂഫ് ഒക്കെ വരുന്നതാണ്. VX ആണ് വണ്ടി. VX എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? WRV ഹോണ്ടേണ്ടത്. KL 35 രജിസ്ട്രേഷൻ. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. 2017-18 മോഡൽ. ഇത് 17. ഡീലർ ബാഗ് മുതൽ സൺറൂഫ് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ഇങ്ങനെയുള്ള ഒരു എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൈലേജ് തന്നെയാണ്. നമ്മൾ MAZലൊക്കെ കിട്ടുന്ന പോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനകത്ത് 24-26 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ യൂസ് സർവീസ് പ്രകാരം. റേറ്റ് എങ്ങനെയാക്കുന്നത് 2017 വണ്ടിക്ക്? ഇത് 7-10 കൊടുക്കാം. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ എന്തായാലും ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളതൊക്കെ. ഓക്കെ. ട്രാക്ക് നോക്കിയനുസരിച്ച് കയറി പോയിക്കോളും. ശരി. അടുത്ത 2016 മോഡൽ ബ്രിസ ZDI പ്ലസ് ആണ് വണ്ടി. ZDI പ്ലസ് എന്നുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസലില്ലാത്ത ഫിയാറ്റിന്റെ സെയിം എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. 20 വരെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫുൾ ഓപ്ഷൻ അതിനെ കൊണ്ട് ബാക്ക് വൈപ്പർ, ഡിഫോഗർ, LOS, സ്റ്റാർട്ടിംഗ് ഒക്കെ വരും. കീലെസ് എൻട്രി,
ബാക്ക് ക്യാമറ എല്ലാം വരുന്നുണ്ടാവും. ഇന്റീരിയർ പുതിയിട്ട് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 പുറത്തോടിയാണ്. ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. വേറെ റീപ്ലേസ് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഡീലർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടാവും അല്ലേ? എടുക്കുന്നൊക്കെ എന്തെങ്കിലും നിലവിൽ വർക്ക് എന്തെങ്കിലും ഉണ്ടാവും? പണികളൊന്നുമില്ല. റേറ്റ് എങ്ങനെ വയ്ക്കുന്നത് പ്രസക്ക്? ആണെങ്കിൽ 7,20,000 രൂപ. 7,20,000 2016 സെറ്റ് പ്ലസ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 6.5 ചെയ്യാം. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എടുക്കുന്നതും വേറെ വർക്കില്ലല്ലേ? ഇല്ല. 2017 വണ്ടിയാണ്. സെറ്റ് പ്ലസ് ഇല്ല, സെറ്റ് മാത്രം. വെറും സെറ്റ് ഉള്ളൂ. പക്ഷെ ഇതിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ കീലെസ്? ഓക്കെ. കീ സ്റ്റാർട്ട് തന്നെയാണ് വരുന്നത്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണെങ്കിൽ ഇത് 7,10 എടുക്കാം. 7,10 2017 17 മോഡൽ സെറ്റ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? അത് കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുക. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഓടിക്കുക. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? അത്യാവശ്യം നല്ല കണ്ടീഷനിലുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടാവും? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തുണ്ട്. ഓക്കെ. കമ്പനി ഹിസ്റ്ററിയെല്ലാം പറ്റിയല്ലേ? ഹിസ്റ്ററി നോക്കി ചെക്ക് ചെയ്ത് വിട്ടെ. ഓക്കെ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 7,000 ഉള്ളിൽ നമുക്ക് ചെയ്യാം. കറക്റ്റ് എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2017 മോഡലാണ് വണ്ടി. പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. EX 1.6 അല്ലേ വരുന്നുണ്ടാവുക ഡീസലില്? അതെ. KL60 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. അല്ല, കാഞ്ഞങ്ങാട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഇത് വേരിയന്റ് ഏതാ? EX ആണ്. EX ബേസ് ഓപ്ഷൻ തൊട്ട് മുകളിൽ വരുന്ന വേരിയന്റ് ആണ്. പക്ഷെ അതിൻ്റെ തന്നെ എയർ ബാഗ് വരൂലേ? എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ട്. ചെറിയൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ, ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡീസൽ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട് നിലവിൽ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ റീപ്ലേസ് അപാകതകൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇതൊക്കെ ഫുൾ ഓണർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓണിൽ കറക്റ്റ് കിട്ടും അല്ലേ? റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണെങ്കിൽ 7,30,000. മോഡല് 2017. ഇത് കറക്റ്റ് തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് ഡീസൽ വരുന്ന വണ്ടിയാണ്. XS ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. SX അല്ലേ? അതെ. ഇത് സൺറൂഫ് വരുന്നില്ലല്ലോ? ഇല്ല, സൺറൂഫ് ഇല്ല. SX ആണോ? SX ഓപ്ഷൻ ഉണ്ടാവും? അത് XS ആണ്. SX ആണ്. ഇത് ഫുള്ള് പുതിയ ടൈപ്പ് ഒരു മോഡൽ. ഇതൊക്കെ ഫേസ് ലിഫ്റ്റ് വരുന്ന മോഡലാണ്. ചെയ്താണ് വണ്ടികൾ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതിനെ കൊണ്ട് തന്നെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്ലസ് ഒരു അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കറക്റ്റ് റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് ഇതിന്? ഇതാണെങ്കിൽ നമുക്കൊരു 8,20,000. 8,20,000 മോഡൽ 2016 മോഡൽ. കിലോമീറ്റർ ഒക്കെ എത്രയുണ്ട്? കിലോമീറ്റർ 140 ഫുള്ള് ഷോറൂം സർവീസ് ആണ്. ഫുള്ള് സർവീസ് ഉണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ നിലവിൽ റീപ്ലേസ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റും? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ലല്ലോ? വേറെ ബമ്പർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, നമ്മളെ കാഴ്ചപ്പാടില്ല. ഓക്കെ. ലോൺ എത്ര പറയാൻ പറ്റും? ലോൺ നമുക്കൊരു 7,000 ഉള്ളിൽ കഴിഞ്ഞ് ചെയ്യാം. വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യണം. റാഫിക്ക വീഡിയോ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങളെ വിളിച്ചാൽ കിട്ടൂലേ? എന്റെ നമ്പറല്ലേ വിളിച്ചാൽ കിട്ടൂലേ? വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരുടെ നമ്പർ തരാന്നില്ലേ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂലേ? പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഫുള്ള് അടുത്ത മാസം സെപ്റ്റംബർ 20 വരെ പക്കയല്ലേ? മാറൂലോ? സത്യം ചെയ്യല. തെളിവുതാ. സത്യം സത്യം സത്യം. അപ്പൊ ഇതിരിക്കണം നമ്മളെ വീഡിയോയിൽ പറയണം. മറ്റൊരു വീഡിയോ കാണാം. അഡിയോസ്.